ഹായ് ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ബിന്ദു വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 2 ചേമ്പിൻ്റെ താള് കൊണ്ട് ഒരു തോരൻ വെക്കാം. അതിനുവേണ്ടി അത് മുറിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. അത് മുറിച്ചെടുത്തുകൊണ്ട് പോയി അതിൻ്റെ പുറംതൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കിയെടുത്ത് അത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ താളിൻ്റെ പുറംതൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തത് ഞാനൊരു ചരുവത്തിലോട്ട് കുഞ്ഞായിട്ട് മുറിച്ചിടുകയാണ്. ഇച്ചിരി വലുതായിട്ടാണ് മുറിച്ചിടുന്നത്. അതൊരു ഷാർപ്പ് വക്കുള്ള ഗ്ലാസ് വെച്ച് പ്രസ് ചെയ്യുമ്പം അത് എളുപ്പം പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും. നമുക്ക് വേഗത്തിൽ ജോലി തീർക്കുകയും ചെയ്യാം. അപ്പം നിങ്ങളും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എളുപ്പമാണ്. പൊടിയായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ചെയ്യുകയാണ് ഞാൻ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മളിത് ചരുവത്തിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഗ്ലാസ് വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് പൊടിയായിട്ട് അരിഞ്ഞ് വരുന്നതായിരിക്കും. നമ്മുടെ ജോലി എളുപ്പം നടക്കും. പിന്നെ ഞാൻ 2 ചക്കക്കുരു കൂടി പൊളിച്ച് ചുമന്നുള്ളിയും കൂടെ ആ അടപ്പേ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വറ്റി വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം അരിഞ്ഞു കൊണ്ടുവന്ന്, ചേമ്പിൻ്റെ താളെല്ലാം അരിഞ്ഞു കൊണ്ടുവന്നത് നമ്മൾ ഈ വെന്ത് വന്ന ചക്കക്കുരുവിനകത്ത് ഉള്ളിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ച് എടുക്കാം. അപ്പോഴത്തേക്ക് പിന്നെ അതിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്വല്പം വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും എല്ലാം കൂടെ എടുത്ത് മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി ചതച്ച് കൊണ്ടുവരാം. ഇപ്പം തേങ്ങ തിരുമ്മിയപ്പം തേങ്ങ അങ്ങ് കയ്യിന്ന് പോയി. അപ്പോൾ അതുകൂടി ഞാൻ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഞുറുക്കിയിട്ട് ചതച്ച് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ തോരനെല്ലാം ഇവിടെ വറ്റി വരും. അപ്പോൾ എല്ലാം ചതച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ വറ്റി വന്ന് തോരനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തോരനകത്തോട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ച് അതൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്ക് നമുക്ക് കടുക് കൂടി വറുത്തിടാം. കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഉഴുന്ന് പരിപ്പും ചുമന്നുള്ളിയും ഇച്ചിരി കരിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ച് വന്നപ്പോൾ തോരൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അത് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബായ്.